ഹരേ കൃഷ്ണ എന്ന നാമം സദാ ഉരുവിട്ട് നെറ്റിയിൽ പ്രത്യേക രീതിയിൽ നീട്ടിവരച്ച ചന്ദനക്കുറിയുമായി കാവിയോ വെളുത്ത വസ്ത്രമോ ധരിച്ചു കാണപ്പെടുന്ന കൃഷ്ണഭക്തർ, ഭഗവത്ഗീതയെ നെഞ്ചോട് ചേർത്ത് സനാതനധർമ്മത്തിന്റെ പ്രചാരകരായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും പാതയിൽ ജീവിക്കുന്ന സാധുജന്മങ്ങൾ. എന്നാൽ കൃഷ്ണനാമം ജപിച്ച് ഭക്തിയിൽ ലയിച്ച് ജീവിതം ജീവിച്ചു തീർക്കുന്ന സന്യാസിമാരല്ല ഇവർ. രാജ്യം പകച്ചു നിന്ന പല ദുരന്തമുഖങ്ങളിലും രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയവരാണ്. ആതുര സേവന രംഗത്തുൾപ്പെടെ സമൂഹത്തിൽ സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കുന്ന മനുഷ്യ സ്നേഹികളാണ്. ഒരു നേരം പോലും ഒരാളും പട്ടിണി കിടക്കരുത് എന്ന ദൃഢപ്രതിജ്ഞയുമായി അന്നദാനം നടത്തുന്നവരാണ്. ലോകമെമ്പാടും അനുയായികളുള്ള ആ പ്രസ്ഥാനം പക്ഷേ ഇന്ന് നേരിടുന്നത് ചെറിയ പ്രശ്നങ്ങളല്ല. ബംഗ്ലാദേശിൽ തുടരുന്ന ഹിന്ദുവേട്ടയിൽ ഇന്ന് ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്നത് ആ സാധുക്കളാണ്. ഭീകരതയ്ക്കെതിരെയുള്ള പ്രതിരോധത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ് ആ സന്യാസിമാർ. ഓരോ ഭാരതീയരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഭാരത സംസ്കാരത്തിന് ലോകം മുഴുവൻ ആരാധകരെ നൽകിയ ഇസ്കോൺ പ്രസ്ഥാനത്തെക്കുറിച്ച്, ഹരേ കൃഷ്ണ മൂമ്പരിനെ കുറിച്ച്. ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് അഥവാ ഇസ്കോൺ 1966 രൂപം കൊള്ളുന്നത്. ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായതിനാൽ ഭാരതത്തിൽ രൂപം കൊണ്ട സംഘടനയാണെന്ന് പൊതുവെ ധരിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇസ്കോണിന്റെ പിറവി അങ്ങ് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. ഗൗഡിയ വൈഷ്ണവ ഹിന്ദു സമ്പ്രദായം ഉൾക്കൊണ്ട് ഏകദവ്യ പാരമ്പര്യം പിന്തുടർന്നു പോരുന്നവരാണ് ഇസ്കോൺ അനുയായികൾ. ഭഗവത്ഗീത വ്യാഖ്യാനത്തിന്റെയും ഭാഗവത പുരാണത്തിന്റെയും ചുവട് പിടിച്ചാണ് ഇസ്കോൺ പ്രവർത്തിക്കുന്നത്. ലോകം മുഴുവൻ ഭാരത സംസ്കാരവും ഭാരത ഭക്ഷണ രീതിയും ഭാരത ഗ്രാമീണ ജീവിത രീതിയും എല്ലാം പ്രചരിപ്പിച്ചത് ഈ പ്രസ്ഥാനമാണ്. കൃഷ്ണ ഭഗവാനെ തേരിൽ എഴുന്നള്ളിച്ച് പൂജിക്കുന്ന, ഭാരതവേഷമായ മുണ്ടും കുർത്തിയും ധരിക്കുന്ന, സാരി ഉടുത്ത് പൊട്ടുകുത്തി ഭംഗിയുള്ള ആഭരണങ്ങളും പാദസരവും ഒക്കെ ധരിച്ച് തനി നാടൻ ഗ്രാമീണരായി ജീവിക്കുന്ന വിദേശികളെയും ഇസ്കോണിലൂടെ നമുക്ക് കാണാൻ കഴിയും. ജൂലൈ 13 AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദയാണ് ഇസ്കോൺ സ്ഥാപിക്കുന്നത്. ജീവിതം മുഴുവൻ കൃഷ്ണഭക്തിക്കായി ഒഴിഞ്ഞുവെച്ച സ്വാമി പ്രഭുപാദയെ ഇസ്കോൺ വിശ്വാസികൾ ഗുരുവും ആധ്യാത്മിക നേതാവുമായി കരുതിപ്പോരുന്നു. സ്വാമി പ്രഭുപാദ അദ്ദേഹത്തിന്റെ ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതിയുടെ ആഗ്രഹപ്രകാരം സനാതനധർമ്മത്തിലെ ശാശ്വതമായ സത്യങ്ങൾ പാശ്ചാത്യർക്ക് പകർന്നു കൊടുക്കാനും അവരെ മോക്ഷത്തിലേക്ക് നയിക്കാനും ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇസ്കോൺ. ഭഗവാൻ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി ജനിപ്പിച്ച് അതിലൂടെ മനുഷ്യരെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുകയാണ് ഇസ്കോണിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി അഥവാ ഹരേ കൃഷ്ണ പ്രസ്ഥാനം അഥവാ ഇസ്കോൺ ലോകമെമ്പാടും നൂറുകണക്കില് ആയിരക്കണക്കിന് കേന്ദ്രങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ക്ഷേത്രങ്ങളായിട്ടും അല്ലാതെ ജൈവ കൃഷി ചെയ്യുന്ന വലിയ ഫാമുകളായിട്ടും ഗോശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇങ്ങനെ ഈ പ്രസ്ഥാനത്തിന് ഒരുപാട് പ്രവർത്തന മേഖലകളുണ്ട്. ആതുര സേവനത്തിനും പിന്നെ ശുശ്രൂഷിക്കുന്നതും, അതും പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ അന്നദാന പദ്ധതി എവിടെയെല്ലാം പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടോ, ദുരിതാശ്വാസം ആവശ്യമാണോ, അവിടെയെല്ലാം ഈ പ്രസ്ഥാനം മുൻപന്തിയിലാണ് സേവനം ചെയ്യുന്നത്. അത് ലോകത്തിലുള്ള പല നേതാക്കന്മാരും അത് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചു കിടക്കുന്ന കൃഷ്ണക്ഷേത്രങ്ങളുടെ ഒരു ശൃംഖലയാണ് ഇന്ന് ഇസ്കോൺ. ഭാരതത്തിന്റെ പൈതൃകമായ ഭഗവത്ഗീതയും ഭാഗവതവും ഉപനിഷത്തുകളുമെല്ലാം ലോകത്തിലെ എല്ലാ ഭാഗത്തേക്കും പ്രചരിപ്പിച്ചതിൽ പ്രധാന പങ്കുവഹിച്ചതും ഹരേ കൃഷ്ണ പ്രസ്ഥാനം തന്നെയാണ്. ഭഗവത്ഗീതയും ഭാഗവതവും കൃഷ്ണനെ പറ്റിയുള്ള പുസ്തകങ്ങളും എല്ലാം ഇന്ന് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, പോർച്ചുഗീസ്, റഷ്യൻ, ജാപ്പനീസ്, ചൈനീസ്
എന്തിന് അറബിയിൽ വരെ ലക്ഷക്കണക്കിന് കോപ്പികളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത്. ഭാരതത്തിൽ വൈദിക വിജ്ഞാനത്തിന്റെ വിതരണത്തിൽ ശ്രദ്ധേയരായ 1972 സ്ഥാപിതമായ ഭക്തി വേദാന്ത ബുക്ക് ട്രസ്റ്റാണ് ഈ പുസ്തകങ്ങളുടെ പ്രസാധകർ. ഇന്ന് ഈ സ്ഥാപനം ലോകത്തിലെ തന്നെ ഒന്നാംകിട പ്രസാധകരായി തീർന്നിരിക്കുന്നു. ഈ പുസ്തകങ്ങളെല്ലാം രചിച്ചത് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ആചാര്യനായ ശ്രീല പ്രഭുപാദരാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏകദേശം 100ഓളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇനിയും പുതിയ പുതിയ ഭാഷകളിലേക്ക് ഇപ്പോഴും വിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് ഭജനകൾ നടത്തുന്ന കൃഷ്ണഭക്തരായ വിദേശികളുടെ ദൃശ്യങ്ങളും നമുക്ക് കാണാനാകുന്നത് ഇസ്കോണിന്റെ സ്വാധീനത്താലാണ്. Krishna Hare Krishna 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 Hare Hare Ram Hare Ram ഭാരത സംസ്കാരം നെഞ്ചോട് ചേർത്ത് ദുശ്ചിന്തകളെ എല്ലാം ഒഴിവാക്കി ഭക്തിമാർഗത്തിൽ ജീവിക്കുന്ന പുതുതലമുറക്കാരെയും ഇസ്കോൺ വാർത്തെടുക്കുന്നു. ദേവഗീതം പാടി സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മാറിയ ശ്രീ നവൽ കിഷോരി ഉൾപ്പെടെയുള്ള പെൺകുട്ടികളും ഇതിനുദാഹരണമാണ്. ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഇന്ന് ഇസ്കോണിന് ലോകത്താകമാനം 1000-ലധികം കേന്ദ്രങ്ങളുണ്ട്. വിദ്യാഭ്യാസവും ആത്മീയതയും മാനവികതയും ഇസ്കോണിന്റെ ലക്ഷ്യങ്ങളാണ്. നിരവധി സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും വയോജനങ്ങളെ സംരക്ഷിക്കാനായി വയോധക ഗൃഹങ്ങളും യോഗ സെന്ററുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ആത്മീയ കേന്ദ്രങ്ങളും ഇസ്കോണിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ഒത്തൊരുമയോടെ ശാന്തിയോടെ സമാധാനത്തോടെ ജീവിക്കണം എന്നാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം പഠിപ്പിക്കുന്നത്. ആതുരസേവനം ഉൾപ്പെടെ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ സഹായഹസ്തവുമായി ഇസ്കോൺ ഉണ്ട്. ജാതിയോ മതമോ ഒന്നും നോക്കാതെ വർഷങ്ങളായി ലോകത്തെവിടെയും ദുരിതം നേരിടുന്ന ജനതയ്ക്കൊപ്പം ഇസ്കോൺ നിലനിൽക്കുന്നു. വെള്ളപ്പൊക്കമോ മണ്ണിടിച്ചിലോ ഭൂമികുലുക്കമോ അങ്ങനെ എന്തുതന്നെ വന്നാലും അവിടെയെല്ലാം മുൻപന്തിയിൽ രക്ഷാകരങ്ങളുമായുണ്ട് ഇസ്കോൺ. രണ്ടായിരത്തി 2001 ഗുജറാത്തിലെ കച്ചിൽ ഭൂകമ്പമുണ്ടായ സമയത്ത് രാജ്യം മുഴുവൻ പകച്ചു നിന്നപ്പോൾ ഇസ്കോൺ അനുയായികൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി. ഉത്തരാഖണ്ഡിലെ ദുരന്തകാലത്തും ഒഡീഷയിലും ബംഗാളിലും ചുഴലിക്കാറ്റ് നാശം വിധിച്ചപ്പോഴും ഇസ്കോൺ കാരുണ്യത്തിന്റെ ദേവരൂപമായി മാറി. കൊറോണ മഹാമാരി ലോകം മുഴുവൻ ഭീതി പരത്തിയപ്പോഴും ഹരേ കൃഷ്ണ പ്രസ്ഥാനം നിസ്വാർത്ഥമായ സേവനം തുടർന്നു. ഇസ്കോണിന്റെ ഈ സേവന മനോഭാവം തിരിച്ചറിഞ്ഞ് 2021 സ്വാമി പ്രഭുപാദയുടെ 125ാം ജന്മവാർഷികം പ്രമാണിച്ച് 125 രൂപയുടെ നാണയമിറക്കി രാജ്യവും ഇസ്കോണിനെ ആദരിച്ചിരുന്നു. നാണയ പ്രകാശന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്കോണിന്റെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. जब कच्छ में भूकंप आया था तो किस तरह इस्कॉन ने लोगों की सेवा के लिए आगे बढ़कर काम किया था। जब भी देश में कोई आपदा आई है, चाहे वो उत्तराखंड की त्रासदी हो या उड़ीसा और बंगाल में साइक्लोन की तबाही, इस्कॉन ने समाज का संबल बनने का काम किया है। कोरोना महामारी में भी आप करोड़ों मरीजों, उनके परिजनों और प्रवासियों के लिए लगातार भोजन और दूसरी जरूरतों की व्यवस्था करते आ रहे हैं। महामारी के अलावा भी लाखों गरीबों के भोजन और सेवा का अनवरत अभियान
आपके माध्यम से चलता रहा है। जिस तरह से इस्कॉन ने कोविड मरीजों के लिए अस्पताल बनाए और अब वैक्सीन अभियान में भी सहभागिता निभा रहे हैं, उसकी भी जानकारी मुझे लगातार मिलती रहती है। मैं इस्कॉन को, इससे जुड़े सभी भक्तों को आपके इस सेवा यज्ञ के लिए बहुत बहुत शुभकामनाएं देता हूं। ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം. അശരണർക്കും അനാഥർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കുമായി ഇസ്കോൺ അന്നദാനം നടത്തുന്നു. ഫുഡ് ഫോർ ലൈഫ് എന്ന പേരിൽ ഇസ്കോൺ നടത്തുന്ന അന്നദാനം ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ വെജിറ്റേറിയൻ ഭക്ഷണ വിതരണ പരിപാടിയാണ്. ഈ ഭക്ഷണ വിതരണത്തിലൂടെ ഭാരതത്തിലെ ദശലക്ഷക്കണക്കിന് കുട്ടികൾ ബാലവേലയ്ക്ക് പകരം സ്കൂളുകളിൽ പോകുന്നു. ഇസ്രയേലും യുക്രൈനും പോലുള്ള യുദ്ധമേഖലകളിൽ പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഇസ്കോൺ ഇന്നും തുടരുന്നു. സാധ്യമായ മറ്റ് നിരവധി സഹായങ്ങളും ചെയ്യുന്നു. ഫിലിപ്പീൻസിലും ആഫ്രിക്കയിലും ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ എണ്ണമറ്റ ആളുകൾക്ക് ഇസ്കോൺ ഭക്ഷണം നൽകുന്നു. കളിലെ യുദ്ധകാലത്ത് ഹരേ കൃഷ്ണ സൗജന്യ ഭക്ഷണ വിതരണത്തെ റഷ്യൻ സർക്കാർ മാധ്യമങ്ങളുടെ പരസ്യമായി പ്രശംസിച്ചിരുന്നു. സദ്ഗുരു, സ്റ്റീവ് ജോബ്സ്, ബോറിസ് ജോൺസൺ തുടങ്ങിയവരെല്ലാം ഇസ്കോൺ ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. UK പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂൺ, നെൽസൺ മണ്ടേല ഉൾപ്പെടെ എണ്ണമറ്റ ലോക നേതാക്കൾ ഇസ്കോൺ ഭക്ഷണ വിതരണത്തെ പിന്തുണയ്ക്കുന്നു. നെൽസൺ മണ്ടേല ഇസ്കോൺ അന്നദാനത്തിലും പങ്കെടുത്തിരുന്നു. ലോക പ്രശസ്തരായ പലരും ഇസ്കോൺ നൽകുന്ന അന്നദാനം സ്വീകരിക്കാനെത്തുന്നത് വലിയ വാർത്തയായി മാറിയിട്ടുണ്ട്. ഇസ്കോണിന് ലോകത്തെമ്പാടുമുള്ള സ്വീകാര്യത പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലൂടെ ഈയടുത്ത് വാർത്തകളിൽ നിറഞ്ഞ സൗത്ത് അമേരിക്കൻ രാജ്യമായ ഗയാനയിലും ഇസ്കോണിന് വൻ സ്വീകാര്യതയാണ്. ഗയാന പ്രസിഡന്റ് ഇർഫാൻ അലിയും പല അവസരങ്ങളിലും ഇസ്കോണിനെ വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഗയാനയിലുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ദർശനം നടത്തിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക ആചാര്യന്റെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ആഘോഷങ്ങളിലും മുഖ്യാതിഥിയായി അദ്ദേഹം എത്തി. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെതല്ലാത്ത മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ ഒരു സാധാരണ ഭക്തനെ പോലെ അവിടെയുള്ള കൃഷ്ണഭക്തരുമായി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി അടക്കം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ, ഭക്തന്മാരുടെയൊപ്പം നിലത്തിരുന്ന് പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ടും ഒരു സാധാരണ ഭക്തനായാണ് അദ്ദേഹത്തെ ക്ഷേത്രത്തിനുള്ളിൽ കാണാനാവുക. ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഇസ്കോണിന്
10 ലക്ഷത്തിലധികം അംഗങ്ങളുണ്ടെന്നാണ് കണക്ക്. ശാന്തിയുടെയും കാരുണ്യത്തിന്റെയും ധർമ്മമായ സനാതന ധർമ്മമാണ് ഇസ്കോൺ പിന്തുടരുന്നത്. നിർബന്ധിച്ചോ പണം നൽകിയോ ആരെയും മതം മാറ്റുന്നില്ല. മതം വിട്ടുപോകുന്നവരെ അവർ ഉപദ്രവിക്കുന്നില്ല. ശാന്തിദൂതനായ ഭഗവാൻ ശ്രീകൃഷ്ണനെയും സ്നേഹത്തിന്റെ അവതാരമായ ഭഗവാൻ ശ്രീരാമന്റെയും പാതയാണ് അവർ പിന്തുടരുന്നത്. എന്നാൽ ഇന്ന് ബംഗ്ലാദേശിൽ ഏറ്റവും അധികം വേട്ടയാടപ്പെടുന്നതും ഇതേ പ്രസ്ഥാനം തന്നെയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് തെല്ലും അറുതിയില്ല. ചെറുത്തുനിൽപ്പിന്റെ ഒരു തീവ്ര പോരാട്ട കാലത്തിലൂടെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം ഇന്ന് കടന്നു പോകുന്നത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് ഒരു കലാപഭൂമിയായി മാറിയത്. ഷെയ്ഖ് ഹസീനയ്ക്ക് പിന്നാലെ അധികാരമേറ്റ മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ കീഴിൽ ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കൾക്ക് നേരെ അറുതിയില്ലാത്ത ആക്രമണം നടത്തുന്നു. ഹൈന്ദവരെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ. വിജയദശമി നാളിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും പൂജാ മണ്ഡപങ്ങൾക്കും നേരെ ഉണ്ടായത് വ്യാപക ആക്രമണങ്ങളാണ്. ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ തുടർന്നതോടെ ഹിന്ദുക്കൾ പ്രതിഷേധവുമായി തെരുവുകളിലേക്ക് ഇറങ്ങുകയായിരുന്നു. അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തി മുന്നിൽ നിന്നത് ഇസ്കോൺ ആയിരുന്നു. ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണങ്ങൾ സഹിക്കാൻ വയ്യാതെ ഹിന്ദു സമൂഹത്തിലെ സാധാരണക്കാരടക്കം തെരുവിലേക്ക് ഇറങ്ങി. ഇസ്കോണിന്റെ നേതൃത്വത്തിൽ ഹിന്ദു സമൂഹം സംഘടിച്ചത് അക്രമങ്ങൾക്ക് പിന്തുണ നൽകിയ മുഹമ്മദ് യൂനിസ് ഭരണകൂടത്തിന് ഒരു വെല്ലുവിളിയായി മാറി. ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിൽ ഇസ്കോണിന്റെ സ്വാധീനം ഇതോടെ വ്യക്തമാവുകയായിരുന്നു. തുടർന്നാണ് ഇസ്ലാമിസ്റ്റുകൾ ഇസ്കോണിനെ ലക്ഷ്യം വെച്ചതും പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകി മുന്നിൽ നിന്ന ആചാര്യ ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നതും. ഇസ്കോൺ ആചാര്യനെ അറസ്റ്റ് ചെയ്തതോടെ ബംഗ്ലാദേശിൽ പ്രതിഷേധം ആളിക്കത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഹൈന്ദവ ജനത ഒന്നായി തെരുവുകളിൽ പ്രതിഷേധ ജ്വാല തീർത്തു. സന്യാസിമാരും സാധാരണക്കാരായ ജനങ്ങളും വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവരും തെരുവിലേക്ക് ഇറങ്ങി. അടുക്കളയിലെ ചൂലും ചിരവിയും വരെ കയ്യിലെടുത്ത് അമ്മമാരും പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിചേർന്നു. പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനായിരുന്നു പോലീസിന്റെ ശ്രമം. സാധുജനങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ നരനായാട്ടിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അതേസമയം ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രൂരമായ ആക്രമണങ്ങൾക്ക് പോലീസും സർക്കാരും പിന്തുണയേകി. ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും നടുവിലാണ് ഇന്നവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ജീവിതം. ഹിന്ദുക്കൾക്കെതിരെ ഭീഷണി മുദ്രാവാക്യം വിളിച്ച് ആയുധങ്ങളുമായി തെരുവുകളിലിറങ്ങി ഇസ്ലാമിസ്റ്റുകൾ റാലി നടത്തി. ഇസ്കോണിന് ബംഗ്ലാദേശിൽ ഇടമില്ല എന്ന രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു റാലി. ഹൈന്ദവ വിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതികരണം ഉയർന്നതോടെയാണ് ഭീഷണി മുദ്രാവാക്യങ്ങളുമായി തീവ്ര മുസ്ലിം വിഭാഗങ്ങൾ തെരുവിലിറങ്ങിയത്. എന്നാൽ അവിടം കൊണ്ടൊന്നും ഇസ്ലാമിസ്റ്റുകളുടെ വെറി അടങ്ങിയില്ല. ഇസ്കോൺ നിരോധിക്കണമെന്ന ആവശ്യം പോലും അവർ മുന്നോട്ട് വെച്ചു. എന്നാൽ ധാക്ക ഹൈക്കോടതി ഈ ഹർജി തള്ളിക്കളഞ്ഞു. ആചാര്യ ചിന്മയ കൃഷ്ണദാസ് ഇന്ന് ബംഗ്ലാദേശിൽ ഒരു വികാരമാണ്. കൃഷ്ണദാസ് പ്രഭുവിന് പിന്തുണയുമായി ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഇത്രയധികം ആക്രമണങ്ങൾ നേരിട്ടിട്ടും ബംഗ്ലാദേശിലെ ജനത നടത്തുന്ന ചെറുത്തുനിൽപ്പ് വളരെ വലുതാണ്. ആ ചെറുത്തുനിൽപ്പിന് ധൈര്യം പകർന്നത് ചിന്മയ കൃഷ്ണദാസാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്തിട്ടും മതിയാകാതെ ചിന്മയി കൃഷ്ണപ്രഭുവിനെ ലക്ഷ്യം വെക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ. അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് പോരാതെ അദ്ദേഹത്തിന്റെ അഭിഭാഷകന് നേരെ ആക്രമണം നടത്തി. കോടതിയിൽ ചിന്മയി കൃഷ്ണദാസിന് വേണ്ടി വാദിച്ചെന്ന ഒറ്റ കാരണത്താൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ രമൺ റോയിയെ ഇസ്ലാമിസ്റ്റുകൾ വീട്ടിൽ കയറി ആക്രമിച്ചു. ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് രമൺ റോയ് ചികിത്സയിലാണെന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും കൊൽക്കത്തയിലെ ഇസ്കോൺ ഉപാധ്യക്ഷൻ രാധാരമൺ ദാസ് എക്സിൽ കുറിച്ചിരുന്നു.
ചിന്മയ് കൃഷ്ണപ്രഭുവിന് പിന്നാലെ കൂടുതൽ ഇസ്കോൺ സന്യാസിമാരെ വാറണ്ട് പോലുമില്ലാതെ അറസ്റ്റ് ചെയ്യുകയാണ് ബംഗ്ലാദേശ് സർക്കാർ. സാധുക്കളായ സന്യാസിമാരെ അറസ്റ്റ് ചെയ്തെന്ന വാർത്ത രാധാരമൺദാസ് ആണ് പങ്കുവച്ചത്. സന്യാസിമാർ തീവ്രവാദികളെ പോലെയാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിരപരാധികളായ സന്യാസിമാരുടെ അറസ്റ്റ് വളരെയധികം ഞെട്ടിക്കുന്നതും അസ്വസ്ഥമാക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഇപ്പോഴും ബംഗ്ലാദേശിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ഇസ്കോണിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ചിന്മയ് കൃഷ്ണദാസിന്റെ ഉൾപ്പെടെ 17 ഹിന്ദു സന്യാസിമാരുടെ ബാങ്ക് അക്കൗണ്ടുകളും സർക്കാർ മരവിപ്പിച്ചിരുന്നു. ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം തന്നെ വഷളാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ത്യയിലും പ്രാർത്ഥനാ പ്രതിഷേധ പരിപാടികൾ ഇസ്കോൺ സംഘടിപ്പിക്കുന്നു. ഇസ്കോൺ സന്യാസിമാർ ഉൾപ്പെടെയുള്ള ഹൈന്ദവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ലോകമെമ്പാടും പ്രതിഷേധം ഇരമ്പുകയാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൈന്ദവർക്കെതിരായ ആക്രമണങ്ങളെ അപലപിച്ച് രംഗത്തെത്തി. ഈ വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച വിദേശ നേതാവും ട്രംപായിരുന്നു. പിന്നാലെ വിവിധ രാഷ്ട്രങ്ങളിലെ നേതാക്കൾ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി. ബ്രിട്ടീഷ് പാർലമെന്റിലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി ശബ്ദമുയർന്നു. ബ്രിട്ടീഷ് പാർലമെന്റിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച് പ്രസ്താവന നടത്തണമെന്ന് എംപിമാരായ ബാരി ഗാർഡിനറും പ്രീതി പട്ടേലും ആവശ്യപ്പെട്ടിരുന്നു. ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതിന് പിന്നാലെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയെക്കുറിച്ച് ഭാരതം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഹിന്ദുക്കൾക്കെതിരായ അക്രമം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതം ശക്തമായ ഇടപെടലുകളും നടത്തിയിരുന്നു. എത്രയൊക്കെ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നാലും ചെറുത്തു നിൽക്കുമെന്ന് ഇസ്കോൺ വക്താവ് രാധാരമൺദാസ് പറയുന്നു. കഴിഞ്ഞ 100 ദിവസമായി ബംഗ്ലാദേശിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാവരെയും വളരെയധികം വേദനിപ്പിക്കുന്നുവെന്ന് നമുക്കെല്ലാം അറിയാം. ബംഗ്ലാദേശിലെ ഇസ്കോണിനെ ഭാരതത്തിലെ ദ്രൗപദിയോടാണ് രാധാരമൺദാസ് ഉപമിക്കുന്നത്. രാജസദസ്സിൽ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ സഹായിക്കാൻ പറഞ്ഞ് അഭ്യർത്ഥിക്കുന്ന ദ്രൗപദിയെ പോലെ നിലകൊള്ളുമെന്നാണ് അദ്ദേഹം പറയുന്നത്. हम सभी जानते हैं कि 100 दिनों से जो बांग्लादेश में हो रहा है वो सभी को दुखी कर रहा है. महाभारत में द्रौपदी की जो कथा है जिसमें द्रौपदी जब उनका चीरहरण हो रहा था तो उन्होंने अपने पति की तरफ देखा कि मेरी मदद करो, भीम मदद करो, अर्जुन मदद करो. उसी तरह जब उनके पति सर झुका लिए तो भीष्म पितामह से मदद मांगी और सभी लोगों से मदद मांगी. लेकिन जब कोई उनकी मदद करने नहीं आया तो वो भगवान अपने हाथ को उठाकर भगवान को बुलाने लगी. तो हम देख रहे हैं कि 100 दिन से बांग्लादेश के हिंदू द्रौपदी की तरह यूनाइटेड नेशन से अपील कर रहे हैं, यूनाइटेड नेशन ह्यूमन राइट्स से अपील कर रहे हैं, लेकिन कोई भी उनकी मदद में नहीं आ रहा है. तो आज हमने निश्चय किया कि इस्कॉन के विश्व में 150 देशों में 850 मंदिर हैं और जो हजारों हजार सेंटर हैं वहाँ पर हमारे जो करोड़ों भक्त हैं वो द्रौपदी की तरह आएंगे. तो आज व्लादिवोस्तोक से लेकर लॉस एंजलिस तक, टोक्यो से लेकर टोरंटो तक, आइसलैंड से लेकर न्यूजीलैंड तक सभी इस्कॉन भक्त इसी तरह द्रौपदी के मूड में द्रौपदी की तरह भगवान के सामने शरणागत होकर भगवान से प्रार्थना कर रहे हैं कि बांग्लादेशी हिंदू और वहाँ के माइनॉरिटीज की रक्षा की जाए. എത്രയൊക്കെ അതിക്രമങ്ങൾ നേരിട്ടാലും അക്രമത്തിന്റെ പാതയിലേക്ക് തിരിയാൻ ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിനോ ഇസ്കോൺ സന്യാസിമാർക്കോ കഴിയില്ല. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ദൂതന്മാരായി നിലകൊണ്ട് എല്ലാ മനുഷ്യരെയും സഹായിക്കണമെന്ന മനസ്സോടെയാണ് ഇസ്കോണിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പോലൊരു ഇസ്ലാമിക രാജ്യത്ത് പോലും വേരൂന്നി വളരാൻ ഇസ്കോണിന് കഴിഞ്ഞത്. അമേരിക്കയിലും ആഫ്രിക്കയിലും റഷ്യയിലും ബ്രിട്ടനിലുമെല്ലാം ഒരുപോലെ പടർന്നു പന്തലിച്ച ചൈനയിലും മധ്യപൂർവ്വ ദേശങ്ങളിലും പോലും സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇസ്കോൺ എന്ന പ്രസ്ഥാനത്തിനെ തകർക്കാനുള്ള ഒരു ശ്രമങ്ങളും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. എത്ര ശ്രമിച്ചാലും തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് അതിന് കഴിയുകയുമില്ല എന്നതാണ് സത്യം. ഹരേ കൃഷ്ണ.